ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ മറ്റൊരു സ്വാതന്ത്ര്യദിന ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അവരിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നൽകിയ ബോണസ് ചോദ്യം ഇതായിരുന്നു: നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം മഹാത്മാഗാന്ധിജിയാണ്. ഇനി നമുക്ക് വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ധ്യാൻ ബൈജു, മുഹമ്മദ് റിദ്വാൻ, അഷ്മിയ, ഹനാൻ, അഭിനവ്, വേദലക്ഷ്മി, ഋതുലക്ഷ്മി, അനാമിക കെ, സേഹ, വൈശാഖി എൻ, ദേവ, ആർഷ എന്നിവരാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ്? ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ്, സരോജിനി നായിഡു എന്നിവരാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ നേതാക്കൾ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത്. നാലാമത്തെ ചോദ്യം: കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റായി ആനി ബെസന്റിനെ തെരഞ്ഞെടുത്തത് ഏത് സമ്മേളനത്തിലാണ്? കോൺഗ്രസിൻ്റെ 1917 നടന്ന കൽക്കത്ത സമ്മേളനത്തിലാണ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായ ആനി ബെസന്റിനെ തെരഞ്ഞെടുത്തത്. അഞ്ചാമത്തെ ചോദ്യം: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ സ്ഥാനം ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കെതിരെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷുകാർ നൽകിയ സർ എന്ന പദവി ഉപേക്ഷിച്ചത്. ആറാമത്തെ ചോദ്യം: ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനിയാണ് ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. മറക്കരുത്, JB കൃപലാനി. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സാരേ ജഹാം സെ അച്ഛ എന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവാണ് മുഹമ്മദ് ഇക്ബാൽ. മറക്കരുത്, മുഹമ്മദ് ഇക്ബാലാണ് സാരേ ജഹാം സെ അച്ഛ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത്. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം: ഓടി വിളയാടു പാപ്പ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഓടി വിളയാടു പാപ്പ എന്ന ഗാനം രചിച്ചത് ആര്? സുബ്രഹ്മണ്യ ഭാരതിയാണ് ഓടി വിളയാടു പാപ്പ എന്ന് പറയുന്ന ഗാനം രചിച്ചത്. മറക്കരുത്, സുബ്രഹ്മണ്യ ഭാരതി. ഒൻപതാമത്തെ ചോദ്യം: ഭാരത കവാടം തുറക്കുവാൻ യൂറോപ്പിന് താക്കോൽ കിട്ടിയ സംഭവം എന്ന് പറയുന്നത് എന്തിനെയാണ്? അതായത് ഭാരത കവാടം തുറക്കുവാൻ യൂറോപ്പിന് താക്കോൽ കിട്ടിയ സംഭവം എന്ന് പറയുന്ന സംഭവം ഏതാണ്? 1498 വാസ്കോഡ ഗാമ എന്ന പോർച്ചുഗീസ് കപ്പിത്താൻ കോഴിക്കോട് കപ്പലിറങ്ങിയ സംഭവമാണ് ഭാരത കവാടം തുറക്കുവാൻ യൂറോപ്പിന് താക്കോൽ കിട്ടിയ സംഭവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്: സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഏതാണ്? നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേരാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇതേ ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് ആരാണ് രൂപീകരിച്ചതും എന്ന രീതിയിൽ ചോദിക്കാം. അതിൻ്റെ ശരിയായ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ്. വീഡിയോയിലെ 11ാമത്തെ ചോദ്യം: ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നടന്നത്?
സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നീലം കൃഷിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. 12ാമത്തെ ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ആനി ബസന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ദിനപത്രം ഏതാണ്? ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ദിനപത്രമാണ് ഹോം റൂളിൻ്റെ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ആനി ബസന്റ് രൂപീകരിച്ചതായി പറയുന്ന പത്രം. ഈ വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത്. 14ാമത്തെ ചോദ്യം ഇതാണ്, ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത്. മറക്കരുത്, ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ചോദ്യം ഇതാണ്, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, മരിക്കും മുമ്പ് ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടേതാണ് ഈ വാക്കുകൾ? വളരെ പ്രശസ്തമായ വാക്കുകളാണ്. ആരുടേതാണെന്ന് കമൻറ്റ് ചെയ്യുക. ബാലഗംഗാധര തിലകിൻ്റെ പ്രശസ്തമായ വാക്കുകളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, മരിക്കും മുമ്പ് ഞാനത് നേടുക തന്നെ ചെയ്യും. ഇതാരുടെ വാക്കുകളാണ്? ബാലഗംഗാധര തിലക്. 16ാമത്തെ ചോദ്യം, ലാൽ ബാൽ പാൽ എന്ന പേരിൽ പ്രസിദ്ധരായ 3 ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ് ആണ് ലാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബാലഗംഗാധര തിലക് ആണ് ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിപിൻ ചന്ദ്ര പാൽ ആണ് പാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ലാൽ ബാൽ പാൽ ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്ര പാൽ. 17ാമത്തെ ചോദ്യം, ഏത് നിയമത്തിനെതിരെ പ്രതികരിക്കാൻ കൂടിയ ജനക്കൂട്ടത്തെയാണ് ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചത്? റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ടിനെതിരെ പ്രതികരിക്കാൻ കൂടിയ ജനക്കൂട്ടത്തെയാണ് ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ നിയമം എന്തായിരുന്നു എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം റൗലറ്റ് ആക്ട് ആണ്. വീഡിയോയിലെ 18ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരിയാണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ. വീഡിയോയിലെ 19ാമത്തെ ചോദ്യം, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരാണ് അലി സഹോദരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മറക്കരുത്, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് വർഷമാണ് ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്? 1950 ജനുവരി 24-ാം തീയതിയാണ് ജനഗണമന എന്ന് പറയുന്ന ഗാനം നമ്മുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. പേര് കമൻറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളെ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്താണ് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ആരാണ്? നമ്മുടെ ക്വിറ്റ് ഇന്ത്യ ദിനവുമായി ബന്ധപ്പെട്ട ക്വിസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉത്തരം അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.